വോട്ടർ മെഗാ പ്രീ പോൾ സർവേ 2024. തൃശൂർ പൂരങ്ങളുടെ നഗരി, സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന തൃശൂരിൽ കുടമാറ്റം പോലെ ഒന്ന് കരുതി വെച്ചിട്ടുണ്ടോ വോട്ടർമാർ മനസ്സിൽ? ചോദ്യം ഇതാണ്. നിശ്ചയമായും കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നമ്മളെ അമ്പരപ്പിച്ചു അല്ലേ? സുരേഷ് ഗോപി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും അവിടെ ഇടത് സ്ഥാനാർത്ഥിയും ശക്തനായിരുന്നു, UDF സ്ഥാനാർത്ഥിയും തമ്മിൽ തന്നെയായിരുന്നു. രാജാജി ശക്തനായിരുന്നു ആദ്യം തോന്നലുണ്ടായില്ലെങ്കിലും അവസാനം റിസൾട്ട് വരുമ്പോൾ രാജാജി ശക്തനാണെന്ന് ബോധ്യമായി. ഉയർത്തി കാണിക്കുന്ന രൂപത്തിൽ സുരേഷ് ഗോപിക്ക് അന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ആ കണക്കുകളിലേക്കൊക്കെ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് അന്ന് 28%, 28,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 28,000 വോട്ടിന്റെ വ്യത്യാസമേ. അതായത് 3,21,000 രാജാജിക്ക് കിട്ടുന്നു. അത് ശരിയാണ്. അതല്ല, LDFന്റെ സ്ഥാനാർത്ഥിയുടെ തൊട്ടു പിന്നിലായിട്ട് വരുന്നു എന്നുള്ളതാണ്. 28,000 വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്ന ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി വളരെ നാരോ ഗ്യാപ്പാണ്. അവിടേക്ക് എടുത്തുയർത്തുമ്പോൾ എവിടുന്ന എടുത്തുയർത്തിയത്? അതിന് മുമ്പ് മത്സരിച്ച KP ശ്രീധരന്റെ വോട്ടിൽ നിന്ന് 2,000-ൽ നിന്ന് 1,20,000 വോട്ടോളം കൂട്ടി. അല്ല, അത് 293 2,93,000 എത്തിച്ചു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. എന്തായാലും തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ ഒരു അത്ഭുതം തന്നെ സുരേഷ് ഗോപിക്ക് കാണിക്കാൻ കഴിഞ്ഞു. 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള തൃശ്ശൂര് 2024 എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന താരമണ്ഡലമാണ് തൃശ്ശൂർ. പൂരത്തിലെ കുടമാറ്റം പോലെ MP-മാരെ മാറി മാറി തിരഞ്ഞെടുക്കുന്ന മണ്ഡലം. ആരുടെയും കുത്തകയെന്ന് ഇതുവരെ തീരെഴുതി നൽകാത്ത ശക്തന്റെ തട്ടകമാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തിരഞ്ഞെടുപ്പ് പോരിന് ഒരുങ്ങിക്കഴിഞ്ഞു. വിശ്വാസവും അതിനൊപ്പം രാഷ്ട്രീയവും മുറുകെ പിടിക്കുന്ന തൃശൂർ. കഴിഞ്ഞ തവണ ജയിച്ചതുകൊണ്ടോ തോറ്റതുകൊണ്ടോ ഇത്തവണ പ്രതീക്ഷിക്കാമെന്ന് ആർക്കും ഉറപ്പ് നൽകാത്ത മണ്ഡലം. 1952 മുതൽ 2019 വരെ 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 10 പ്രാവശ്യവും വിജയം നേടിയത് ഇടതുപക്ഷമാണ്. രാഷ്ട്രീയ തട്ടകമെന്ന് വിശ്വസിച്ച കരുണാകരനെ പോലെയുള്ള പ്രമുഖരെ പോലും തറ പറ്റിച്ച ചരിത്രം. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ മകൻ K മുരളീധരനോടും തൃശൂർ അത് തന്നെ ചെയ്തു. പ്രവചിക്കാനാകാത്തതാണ് തൃശൂരിന്റെ മനസ്സ്. 2008 മണ്ഡല പുനർനിർണയ ശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പുകളിൽ 2 തവണ കോൺഗ്രസിനൊപ്പവും 1 പ്രാവശ്യം ഇടത്തോട്ടും ചാഞ്ഞു. 1957 നടന്ന തിരഞ്ഞെടുപ്പിൽ K കൃഷ്ണവാര്യരിലൂടെ ഇടതുപക്ഷം ആദ്യ വിജയം മണ്ഡലത്തിൽ നേടി. 1962 LDFന് തന്നെയായിരുന്നു വിജയം. 1967 71 മണ്ഡലം ചുവന്ന് തന്നെ നിന്നു. 1984 മുതൽ 1991 വരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ LDFനെതിരായി മണ്ഡലം വിധിയെഴുതി. 1996 VV രാഘവനിലൂടെ തൃശൂരിൽ വീണ്ടും ചെങ്കൊടി പാറി. 1998 VV രാഘവൻ മണ്ഡലം നിലനിർത്തി. 1999 AC ജോസിലൂടെ തൃശൂർ വീണ്ടും UDF പാളയത്തിൽ. 2004 CK ചന്ദ്രപ്പൻ വീണ്ടും തൃശൂരിനെ ഇടത്തോട്ട് തിരിച്ചു. മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള 2009 തിരഞ്ഞെടുപ്പിൽ മണ്ഡലം LDFനോട് കൂറ് പുലർത്തിയില്ല. PC ചാക്കോയെ ഡൽഹിയിലേക്ക് അയച്ചു. 2014 CN ജയദേവനിലൂടെ വീണ്ടും ഇടതുപക്ഷം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലയുറപ്പിച്ചു. എനിക്ക് തൃശൂർ വേണം, നിങ്ങൾ എനിക്ക് ഈ തൃശൂർ തരണം, ഈ തൃശൂർ ഞാനിങ്ങ് എടുക്കുക. തൃശൂരിനെ താരമണ്ഡലമാക്കിയത് 2019 നടൻ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായതോടെയാണ്. തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ രംഗത്തെത്തിയ നടൻ സുരേഷ് ഗോപി അട്ടിമറി നടത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. പക്ഷേ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നൽകി TN പ്രതാപനെ ലോക്സഭയിലേക്ക് അയച്ചായിരുന്നു തൃശൂരുകാർ മറുപടി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും ഗ്യാരണ്ടി പ്രഖ്യാപനവുമെല്ലാം തൃശൂരിൽ ഇത്തവണ മത്സരം കനക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പിന്തുണയുമായി TN പ്രതാപന്റെ ആത്മവിശ്വാസം. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും കോൺഗ്രസിന് ഏറെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനേക്കാൾ ഉപരി സഹകരണ മേഖല കൊള്ളയടിച്ച CPM നേതാക്കന്മാർ, തൃശൂർ ജില്ലയിലെ പ്രാദേശിക സമ്പദ്ഘടന തകർത്ത് തരിപ്പണമാക്കിയ ഇവർക്കെതിരെ വലിയ ജനരോഷമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുമുന്നണിയിൽ CPI കുത്തകയായി കൈവശം വച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. ഒരിക്കൽ പോലും ഇവിടെ മത്സര രംഗത്ത് ഇല്ലാതിരുന്നിട്ടില്ല. തൃശൂരിലെ ഇടതുമനം VS സുനിൽകുമാറിനൊപ്പമാണ്. മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന് LDF കരുതുന്നു. UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായ വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ മറികടന്ന് 1,30,000-ഓളം വോട്ടിന് LDFന്റെ സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഈ
മണ്ഡലത്തിലുണ്ടായി. കോർപ്പറേഷൻ ഉൾപ്പെടെ, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് LDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നത്. കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. സാധാരണ BJP 1 ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് 2,93,000 വോട്ടാണ്. ഒരിക്കൽ കൂടി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിർത്തി BJP വിജയ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP അദ്ദേഹത്തിനോട് തൃശ്ശൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അക്കമിട്ട് ചോദിക്കണം, എത്ര തൊഴിലവസരങ്ങൾ ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് താങ്കൾ വഴി ഉണ്ടാക്കി കൊടുത്തു? ഉൽപാദകക്ഷമതയുള്ള എത്ര സ്ഥാപനങ്ങളെ കൈപ്പിടിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിച്ചു? കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ എൻ്റെ നാട്ടിലും വേണം, അതിലൂടെ സമൂഹത്തിനകത്ത് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി എവിടെയെങ്കിലും ഈ MP പ്രവർത്തിച്ചിട്ടുണ്ടോ? തൃശൂർ ആരെടുക്കുമെന്ന് തീരുമാനമായിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തൃശൂർ ഇങ്ങെടുത്തു കഴിഞ്ഞു. പ്രധാനമന്ത്രിയെ ഇറക്കി BJP കേരളത്തിലെ പ്രചാരണത്തിന് തൃശൂരിൽ തുടക്കമിട്ടപ്പോൾ AICC അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് നേരിട്ടത്. LDF വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. മെഗാ പ്രീ പോൾ സർവേ തൃശൂരിലേക്ക് എത്തുമ്പോൾ സാക്ഷാൽ പ്രധാനമന്ത്രി വന്ന് റോഡ് ഷോ നടത്തി തരംഗമായി മാറിയ മണ്ഡലമാണ്. അതിന് തൊട്ടു പിന്നാലെ മല്ലികാർജുൻ ഖാർഗെ വന്ന് 45 മിനിറ്റൂർ ജനസഭയിൽ പ്രസംഗിച്ച മണ്ഡലമാണ്. 18 കിലോമീറ്റർ ദൂരം സുരേഷ് ഗോപി പദയാത്ര നടത്തിയ മണ്ഡലമാണ്. കരുവന്നൂർ എന്ന് പറയുന്ന ഒരു വലിയ വിവാദമുണ്ടായ സ്ഥലമാണ് തൃശൂർ മണ്ഡലം. 17 തവണ മത്സരിച്ചതിൽ 10 തവണയും ഇടതുമുന്നണിക്കൊപ്പം നിന്ന മണ്ഡലം. 7 മണ്ഡലങ്ങളും LDFനൊപ്പം നിൽക്കുന്ന ലോക്സഭാ മണ്ഡലം. CPIയുടെ മന്ത്രിമാരുള്ള ലോക്സഭാ മണ്ഡലം. ആർ ബിന്ദുവും രാജനും 2 മന്ത്രിമാരുള്ള ലോക്സഭാ മണ്ഡലം. അതെ, CPIക്ക് അവിടെ 3 സീറ്റുകളുണ്ട്. 4 സീറ്റുകൾ CPIM. അപ്പൊ പൂർണ്ണമായും ആ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കൈപ്പിടിയിലാണ് എന്ന് പറയാം. നമ്മൾ ഈ സർവേ നടത്തുന്ന ഘട്ടത്തിൽ ആരൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥികളിൽ നിന്നുള്ള സൂചന അവിടെയുള്ള ആളുകൾക്ക്? 2 പേരുടെ കാര്യത്തിലുണ്ട്. VS സുനിൽകുമാറിന്റെ പറഞ്ഞു കേൾക്കുന്നു, പക്ഷേ മാറ്റമില്ല എന്ന് നമുക്കറിയാം. അവിടുത്തുകാർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ VS സുനിൽകുമാർ കരുത്തരാണെന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ഗോപിയും കരുത്തരാണ്, TN പ്രതാപനും കരുത്തരാണ്. നമുക്ക് നോക്കാം ഫോട്ടോഗ്രാഫിൽ എന്താണ് തൃശ്ശൂരിന്റെ ചാഞ്ചാട്ടത്തിന്റെ ചിത്രം. ഒരു കുടമാറ്റം പോലെയാണ് ഈ ഗ്രാഫ് പ്രേക്ഷകർക്ക് വായിച്ചെടുക്കാൻ കഴിയുക. 2014 LDFന്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 30.53%. അന്ന് CN ജയദേവൻ CPI സ്ഥാനാർത്ഥിയാണ് അന്ന് പാർലമെന്റിലേക്ക് പോകുന്നത്. എന്നാൽ ആ നിലയിൽ നിന്നും 2019 ആകുമ്പോഴേക്കും BJPയുടെ വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനമുണ്ടാവുന്നില്ല. ഓർമ്മിക്കണം, കാര്യമായ വർധനം ഉണ്ടാവുന്നില്ലെന്നേ ഉള്ളൂ, വലിയ ഡിപ്പ് ഉണ്ടാവുന്നില്ല LDFന്. അതായത് 2014 ഏകദേശം സമാനമായ വോട്ട് വിഹിതം രാജാജി നിർത്തുന്നുണ്ട്. CN ജയദേവന്റെ പോലെ തന്നെ വോട്ട് ബാങ്കാണ്. എന്നാൽ വലിയ മാറ്റമുണ്ടാക്കുന്നത് ആരാണെന്ന് നോക്കൂ. 2 കക്ഷികളാണ്. ഒന്ന് BJP, NDA. NDA 2014 ഉള്ളതിനേക്കാൾ 20% വർധനമാണ് 2019 സുരേഷ് ഗോപിയിലൂടെ നേടുന്നത്. അതേസമയം സുരേഷ് ഗോപിയുടെ വരവോടുകൂടി കളമുണർന്നു കളിച്ച കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ വരവോടെ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ഒക്കെ തന്നെ തീരദേശ വോട്ടുകളുടെ സമാഹരണത്തിൽ കേന്ദ്രീകരണത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ കേന്ദ്രീകരണത്തോടുകൂടി 39.83% വർധനവ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2019 ലോക്സഭയിലേക്ക് നേടിയ അഡ്വാൻറ്റേജ് നിലനിർത്താൻ UDFന് കഴിയുന്നില്ല. 39-ൽ നിന്ന് 6% ഇടിഞ്ഞ് 33-ലേക്ക് താഴുന്ന കാഴ്ച കാണാം. അതേസമയം LDF ആവട്ടെ 30-ൽ നിന്ന് 45-ലേക്ക് റോക്കറ്റ് ഹൈറ്റിലാണ് ഉയരുന്നത്. എന്നാൽ NDAയുടെ താഴ്ചയാണ് ഇതിൽ ഏറെ കൗതുകകരമായി തീർന്നത്. 28% നിന്ന് 30 കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിയമസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്ന് കരുതിയിരുന്നു. പക്ഷേ 28-ൽ നിന്ന് 9% താഴ്ചയിലേക്ക് 19.58-ലേക്ക് NDA താഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി ഏതു മാറ്റമാണ് ഇതിൽ വരാൻ പോകുന്നത്? ഇതിൽ UDFന്റെ ഗ്രാഫ് ഉയരുമോ? NDAയുടെ ഗ്രാഫ് നേരത്തെ LDFന്റെ ഗ്രാഫ് ഉയർന്നതുപോലെ ഉയരുമോ? LDFന്റെ ഗ്രാഫ് താഴുമോ? ചോദ്യം ഇതാണ്. അപ്പോൾ വോട്ടോഗ്രാഫിൽ നമുക്ക് ഏതെങ്കിലും ഒരു മുന്നണിക്ക് 2014 മുതൽ 2021 വരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാമെങ്കിൽ അത് തീർച്ചയായും NDAക്ക് മാത്രമല്ല. തൃശ്ശൂരിന്റെ ഒരു സോഷ്യൽ കോമ്പിനേഷനും വളരെ പ്രധാനമാണ്. കാരണം അവിടെ 21% ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്, 15% മുസ്ലിം വോട്ട് ബാങ്കാണ്. അങ്ങനെ വരുമ്പോൾ 36% ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും 63% ഹിന്ദു വിഭാഗങ്ങൾക്കും വോട്ടുള്ള ഒരു മണ്ഡലമാണത്. അവിടെ ക്രിസ്ത്യൻ വോട്ട് തീരുമാനിക്കും ആര് ജയിക്കണം, ആര് തോൽക്കണം എന്നുള്ളത്. കാരണം
പരമ്പരാഗതമായി 15% വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസിനോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിൽ നല്ല ശതമാനം കോൺഗ്രസിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അവിടെ വളരെ സുപ്രധാനമാണ്. നമുക്കറിയാം, മണിപ്പൂരിന് മുമ്പും മണിപ്പൂരിന് ശേഷവും രണ്ട് നിലപാടാണ്. മണിപ്പൂരിന് ശേഷം ക്രിസ്ത്യൻ സഭകൾ അവിടെ ഒരു അനുകൂല മനോഭാവം NDAയോട് കാണിക്കുന്നില്ല. അതിന് മുമ്പ് വലിയ ആശങ്കകളുണ്ടായിരുന്നു. അവിടുത്തെ ബിഷപ്പുമാരുമായിട്ടൊക്കെ വലിയ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ട്വിൽറ്റ് ചെയ്തിരിക്കും. ഏറ്റവും അവസാനം അദ്ദേഹം അവിടെ പോയതിനാണ് പള്ളിയിൽ പോയി സ്വന്തം വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അതൊക്കെ വർക്കൗട്ട് ആകുമോ എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വളരെ ക്ലിയർ ആകും. എന്താണ് തൃശൂർ മണ്ഡലത്തിന്റെ മനസ്സിലുള്ളത്, വോട്ടു മനസ്സിലുള്ളത് എന്താണെന്ന് നോക്കാം. ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഇപ്പോഴത്തെ MP TN പ്രതാപനെ അറിയാമോ? 93.4% പേർക്ക് TN പ്രതാപനെ അറിയാം. 6.6% പേർക്ക് അറിയില്ല. ഇറ്റ്സ് ഓക്കെ എന്നേ പറയാൻ പറ്റും. അതൊരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ പ്രതാപം കാണിക്കേണ്ടതാണ്. അതായത് TN പ്രതാപനെ 93% ആളുകൾക്ക് അറിയൂ എന്ന് പറയുന്ന ഒരു വറി ഫാക്ടർ തന്നെയാണ്. അത്ര അറിഞ്ഞാൽ പോരാ. സംസ്ഥാന രാഷ്ട്രീയത്തിലും പരിചിത മുഖമാണ്. നമ്മുടെ സർവേ അവസാനിക്കുമ്പോൾ ശരാശരി 10% താഴെ പുതിയ വോട്ടർമാർ വരുന്നൊരു മണ്ഡലമാണ്. എല്ലാ മണ്ഡലങ്ങളിലും ശരാശരി 10% ഈ വോട്ടർമാർ മറ്റുള്ള മുതിർന്ന വോട്ടർമാരെ പോലെ അവരുടെ MP ആര് എന്ന് അറിയണമെന്നില്ല പലപ്പോഴും. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരുപക്ഷെ അവരുമാകാം. പക്ഷേ എങ്കിലും 93 ഗുഡ് നമ്പർ, അതൊരു നല്ല നമ്പറാണ്. TN പ്രതാപന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരു MP എന്ന നിലയിൽ തൃശൂർ മണ്ഡലം കാണുന്നില്ല എന്ന സൂചന. ഈ ഉത്തരം വരാൻ കാരണം അവിടുത്തെ പെർഫോമൻസ് ആണോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. TN പ്രതാപൻ MPയുടെ പ്രകടനം എങ്ങനെയുണ്ട് എന്ന് തൃശൂർ മണ്ഡലം വിലയിരുത്തുന്നു. വളരെ മികച്ചതെന്ന് പറയുന്നത് കേവലം 4.8, മികച്ചത് 19.9 അതായത് 24.7% പേർ പ്രതാപന്റെ പ്രവർത്തനം നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടും. മോശവും വളരെ മോശവും കൂടി കൂട്ടിയാലും 22.2. അതായത് ഭേദമാണ്. അപ്പോ ആശ്വസിക്കാം. TN പ്രതാപന്റെ പെർഫോമൻസിനെ മികച്ചതായി കാണുന്ന ആളുകൾ തന്നെയാണ് മണ്ഡലത്തിൽ ഭൂരിപക്ഷവും. അതായത് TN പ്രതാപനെ ഒരു MP എന്ന നിലയിലുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കുഴപ്പമില്ല എന്ന് മാത്രമാണ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ശരാശരി വളരെ വലിയ ഒരു നമ്പറാണ്. ശരാശരി 45%. അതെ, മോശമാണെന്ന് പറഞ്ഞവരും നല്ലതെന്ന് പറഞ്ഞവരും ഏകദേശം തുല്യവുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുഴപ്പമില്ല. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ അല്ല. ഇപ്പൊ MP എന്ന നിലയിലുള്ള TN പ്രതാപന്റെ ഫാക്ടർ ആയിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യുക. അതെ, അപ്പൊ മറ്റു ചില ഫാക്ടേഴ്സ് ആണ്. അതെന്താണെന്നാണ് പെർഫോമൻസ് ആണോ? എന്താണ് പ്രധാന വിഷയമായി 3 പേരെയും താരതമ്യം ചെയ്യുമ്പോൾ തൃശ്ശൂരുകാർ നോക്കിക്കാണുന്നത്? എന്ത് നോക്കിയാണ് അവർ വോട്ട് ചെയ്യാൻ പോകുന്നത്? 3 പേരും കരുത്തരാണ്. തൃശ്ശൂരിന് പ്രധാനപ്പെട്ട വിഷയം വികസന പ്രവർത്തനമാണ്. 27%. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 27.3% ആളുകൾ. അവിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രസൻസ്, അവിടെയാണ് VS സുനിൽകുമാറിന്റെ പ്രസൻസ്, അവിടെയാണ് TN പ്രതാപന്റെ പ്രസൻസ്. തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്ന 27% ആളുകളും പറയുന്നു ഇതാ ഏകദേശം വരുന്ന വ്യക്തിയുടെ വ്യക്തിത്വം പ്രധാനപ്പെട്ടതാണ്, ഇമേജ് പ്രധാനപ്പെട്ടതാണ്. ആ ഇമേജ് ഉള്ള ആളെയാണ് BJP ഇറക്കുന്നത്, ഇമേജ് ഉള്ള ആളെയാണ് CP ഇറക്കുന്നത്. അപ്പം സ്മൂത്ത് അല്ല സാഹചര്യം. പ്രതാപനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ സാഹചര്യം സ്മൂത്ത് അല്ല എന്ന് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ മികച്ചത് എന്ന് കാണുന്നവരും മോശമെന്ന് കാണുന്നവരും തമ്മിലുള്ള അകലം 2% മാത്രമാണ്. പെർഫോമൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 38% ആളുകൾ പെർഫോമൻസ് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ എത്ര ആളുകളാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്? 24% മാത്രം. അപ്പൊ 24% ആളുകൾ മാത്രമേ ഇദ്ദേഹം ഒരു മികച്ച പെർഫോമർ ആണെന്ന് പറയുന്നുള്ളൂ. ഒരു ട്രയാങ്കുലർ ഫൈറ്റിന്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങി. അടുത്ത ഘടകങ്ങൾ നോക്കണം. അയോധ്യ ക്ഷേത്ര നിർമ്മാണം, രാജ്യസുരക്ഷയും ചേർത്ത് 5.2. അത്രേ ഉള്ളൂ. ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. അതെ, തൃശ്ശൂരിൽ ഇതിൽ കൂടുതൽ വരേണ്ടതാണ്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി എത്ര തവണ വന്നുപോയി, അമിത്ഷാ എത്ര തവണ വന്നുപോയി. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ അവിടെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു. മോഡിയുടെ ഈ പറയുന്ന ഏറ്റവും വലിയ സ്ത്രീ എന്താണ് അതിന് പറയുന്നത്, നാരീശക്തി പ്രകടനം നടന്ന സ്ഥലമാണത്. അദ്ദേഹം അവിടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ പോയി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി, അങ്ങനെ തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയി. അതെ, അങ്ങനെ മോഡിയുടെ സാന്നിധ്യം കൊണ്ട് പല തവണ മോദി വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഈ അയോധ്യയും ഈ അവിടെയാണ് ഈ റീഡിംഗിലെ വ്യത്യാസം. ഈ റീഡിംഗിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേണ്ടത് വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അവിടുത്തെ MP അല്ലെങ്കിൽ നിലവിലെ MP എന്ത് ചെയ്തു എന്നതാണ് തൃശ്ശൂർ വിലയിരുത്തുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ തവണ വിശ്വാസം പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കായി നിൽക്കുമ്പോഴും തൃശ്ശൂർ വിശ്വാസത്തിന് പിന്നാലെ പോയില്ല.
വിശ്വാസത്തിന് പിന്നാലെ പോലെ എന്ന് പറഞ്ഞാൽ അയോധ്യ ക്ഷേത്രത്തെക്കാൾ നേരത്തെ സുജയ് പറഞ്ഞതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന 38% ജനങ്ങളാണ് തൃശൂർ മണ്ഡലത്തിന്റെ. അപ്പൊ 2 ഘടകങ്ങളാണ്. വികസനത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണോ എന്ന് പറഞ്ഞാൽ മന്ത്രിയാകാൻ കഴിയുന്ന ഒരാൾ, ആ മണ്ഡലത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരാൾ, ഞങ്ങൾ വോട്ട് തരാം. രണ്ടാമത്തത് മികച്ച വ്യക്തിത്വത്തിനുടമയാണോ, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനോടൊപ്പമാണ് രാഷ്ട്രീയം കൂടി നിൽക്കുന്നത്. അതെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി? തൃശ്ശൂരുകാരുടെ മനസ്സിൽ ഇപ്പോൾ TN പ്രതാപൻ MP ആയ തൃശ്ശൂരിന്റെ മനസ്സിൽ മോദിയോ രാഹുലോ? മോദിയാണ്. 40%. 40%. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി 37.3%. 2.7% വ്യത്യാസത്തിൽ. പക്ഷെ അവിടെ ആശ്വസിക്കാൻ ഒരു ചെറിയ ഘടകമുണ്ട്. തരൂരൊക്കെ ചേർക്കണം. അല്ല, ഖാർഗെക്ക് 6% വരുന്നു. അപ്പൊ 43. അപ്പൊ 43. തരൂർ വരുമ്പോ 45.5%. ഞാനിതിനെ അങ്ങനെ ഒരുമിച്ച് കൂട്ടി ഒരു ആശ്വാസം കണ്ടെത്തുകയല്ല. പക്ഷേ അവിടെ ഒരു കോൺഗ്രസ് മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ 40% നിശ്ചയമായും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നു. തൃശ്ശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ വിഷമിപ്പിക്കണം, LDFനെ വിഷമിപ്പിക്കണം. അതൊരു വറീസം ഫാക്ടറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോഴും ഒരു മുൻതൂക്കം ഇപ്പുറത്തെ സൈഡിനുണ്ട് എന്ന് നമ്മൾ കാണാതെ പോകരുത്. തൃശ്ശൂർ നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ കൊടുക്കുന്ന ഇൻഡിക്കേഷനാണ്. അതായത് നരേന്ദ്രമോദി വേഴ്സസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മുന്നണി. ആ രീതിയിലാണ് അത് നിൽക്കുന്നത്. ഒരു ഇമേജിന്റെ ഫൈറ്റ് ആണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അതാണ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം 27% പ്രാധാന്യത്തോടു കൂടിയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വ്യക്തിത്വത്തിൽ തൃശ്ശൂരുകാർക്ക് വളരെ താല്പര്യമുണ്ട്. അവർ നരേന്ദ്രമോദിയുടെ പിന്നാലെ പോകുന്നു. മാത്രവുമല്ല, ഇതിൽ ഒരു ഘടകം കൂടി എപ്പോഴും നമ്മൾ ഈ ചോദ്യത്തിൽ പ്രേക്ഷകരോട് പറയണം. അതായത് വിജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റിനെ കൂടി അവർ പരിഗണിക്കും പ്രധാനമന്ത്രി. അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത. ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള അദ്ദേഹമായിക്കോട്ടെ. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ഒരു ആക്ഷേപവും തൃശ്ശൂരുകാർക്ക് ഇല്ലതാണ്. പക്ഷേ അപ്പോഴും തൃശ്ശൂരിന് ആ മൈൻഡ് ഉണ്ട് കേട്ടോ, യാതൊരു സംശയം വേണ്ട. നരേന്ദ്രമോദി 1ാം സ്ഥാനത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് NDA സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി അത്രയും ഇഷ്ടപ്പെടുമെങ്കിൽ പിണറായി വിജയനെ അത്രയും വെറുക്കണമല്ലോ. അല്ലെങ്കിൽ ഇടതുപക്ഷം മുഴുവൻ ഇപ്പുറത്തേക്ക് അങ്ങനെ ചായില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട് നരേന്ദ്രമോദി സർക്കാർ എന്ന് ചോദിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് ചോദിക്കണം. അല്ല, മോദി സർക്കാരിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അല്ല, മോദി സർക്കാരിനെ കുറിച്ച് ചോദിക്കുന്നത് പോലെ തന്നെ പിണറായി സർക്കാരിനെ കുറിച്ചും ചോദിക്കണം. മോദി സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ വളരെ മികച്ചത് 18.4, മികച്ചത് 17.4, ആകെ 35.8. മോശമാണെങ്കിലോ 24.5. നോക്കൂ, 24.5 സുരേഷ് ഗോപി. NDA സംശയമില്ല. കാരണം വെച്ചാൽ നരേന്ദ്രമോദിയെ മികച്ച പ്രധാനമന്ത്രിയായി കാണുന്നു, കേന്ദ്ര സർക്കാരിനെ മികച്ച കേന്ദ്ര സർക്കാരുമായി കാണുന്നു. അതായത് തിരുവനന്തപുരം ചിന്തിച്ചതുപോലെ തന്നെയാണ് തൃശ്ശൂരും ചിന്തിക്കുന്നത്. 24% ആളുകൾ കുഴപ്പമാണ്, മോശമാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ 34% ആളുകൾ കുഴപ്പമില്ല, കൊള്ളാം എന്ന് പറയും. വളരെ മികച്ചതെന്ന് പറയും. 35.8, അതായത് ഓൾമോസ്റ്റ് 36%. തിരുവനന്തപുരത്തെക്കാൾ ഒരു വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്ത് രാഹുലാണ് മുന്നിൽ നിന്നത്, ഇവിടെ മോദിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, ടൈറ്റ് ഫൈറ്റ് ആണ്. വളരെ ടൈറ്റ് ഫൈറ്റിന്റെ ഒരു വലിയ ഇവിടെയും ഓടി തുടങ്ങിയിരിക്കുന്ന 2 ട്രാക്കുകൾ UDFും NDAയും. പക്ഷേ നമ്മുടെ സർവേ നടക്കുന്ന സമയത്ത് VS സുനിൽകുമാറിന്റെ പേര് ഔദ്യോഗികമായി തെരഞ്ഞെടുത്തിട്ടില്ല. എങ്കിലും സുനിൽകുമാറാണെന്നുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയുണ്ട് പിണറായി സർക്കാർ? തീർച്ചയായും ഇതിന് ഓപ്പോസിറ്റ് ആയ ഒരു വെഡിക്റ്റ് ആവാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ മികച്ചതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം ഓൺ സ്ക്രീൻ വളരെ മികച്ചതെന്ന് 2.6, മികച്ചതെന്ന് 10ഉം 12.6. അഭിപ്രായമുള്ളവർ 12.6% പേർ മാത്രമാണ്. പക്ഷേ 42%, 41.9, 42% ആളുകൾ ഈ സംസ്ഥാന സർക്കാരിനെതിരാണ്. ഒരു വ്യത്യാസമില്ല കേട്ടോ. 19 മണ്ഡലങ്ങളിലും നമ്മൾ കണ്ട ചിത്രം അതേപോലെ ആവർത്തിക്കുകയാണ്. തൃശ്ശൂരിലും 20ാമത്തെ മണ്ഡലത്തിലും ആന്റി ഗവൺമെന്റ് ആണ് ആളുകളുടെ മനസ്സ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് VS സുനിൽകുമാറാണ്. VS സുനിൽകുമാർ 1ാം പിണറായി സർക്കാരിൽ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്നു, കൃഷി വകുപ്പ് മന്ത്രി. ആ 1ാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലും ഈ പറയുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് VS സുനിൽകുമാറിന് കൂടി കിട്ടുന്ന ഒരു പോയിന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ ഭാഗമായ VS സുനിൽകുമാർ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ നമുക്ക് നോക്കാം 2ാം പിണറായി സർക്കാരിന്റെ പ്രകടനം എങ്ങനെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ അത് മെച്ചപ്പെട്ടു എന്നാണോ, ഒരുപോലെ എന്നാണോ, മോശമായി എന്നാണോ? ഒരൊറ്റ ആൻസർ മതിയല്ലോ, ഒറ്റ ആൻസർ. നമ്മൾ നോക്കൂ, മോശമെന്ന് അഭിപ്രായപ്പെടുന്നവർ 79.4, അതായത് 80% പേർ. അത് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആ 1ാമത്തെ പിണറായി സർക്കാർ മികച്ചതാണെന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് VS സുനിൽകുമാറിനുമുണ്ട്.
VS സുനിൽകുമാറിനുണ്ട് ഒരു മന്ത്രി എന്ന നിലയിൽ. ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിയായിരുന്നു VS സുനിൽകുമാർ. നമ്മൾ എങ്ങനെയാണോ KK ശൈലജയുടെ കാര്യം പറഞ്ഞത്, അതുപോലെ VS സുനിൽകുമാറിന് അഡ്വാൻറ്റേജായി മാറിയേക്കാവുന്ന ഒരു ഉത്തരം കൂടിയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്പോസിഷൻ എങ്ങനെയുണ്ട്, പ്രതിപക്ഷം എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഓൺ സ്ക്രീൻ തൃശ്ശൂരിൽ പ്രതിപക്ഷം വളരെ മികച്ചതെന്ന് പറയുന്നത് 3.4, മികച്ചതെന്ന് പറയുന്നത് 9.2. 12.6 മോശം എന്ന അഭിപ്രായമാണ് കൂടുതൽ. 43% ആളുകളും 43.7 തൃശ്ശൂരിൽ മോശമാണ്, പ്രതിപക്ഷം മോശമാണ്. പ്രതിപക്ഷം മോശമാണ്. അതെ. പ്രതിപക്ഷം മോശമാണ് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം പ്രതിപക്ഷത്തെ എങ്ങനെ റേറ്റ് ചെയ്താലും മറ്റു ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ പറയുന്ന ആന്റി ഗവൺമെന്റ് വികാരം നിലനിൽക്കുന്നു, പ്രോ മോഡി വികാരവും നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ണിബാലകൃഷ്ണൻ, പ്രതിപക്ഷം മോശമാണെങ്കിൽ പ്രതിപക്ഷത്തിൽ അവരെ മാറ്റണം. അതെ അതെ, പ്രതിപക്ഷത്തിൽ അവരെ മാറ്റിയാൽ ഭരണപക്ഷത്തേക്ക് പോകാൻ പറ്റും. Exactly. നവകേരള സദസ് ആവശ്യമായിരുന്നോ എന്നതാണ് ഒരു ചോദ്യം. അതായത് LDF പൂർണ്ണമായും കൈയടക്കിയിരിക്കുന്ന മണ്ഡലമാണ്. 7 മണ്ഡലങ്ങളിലും LDF MLA-മാരാണ്. 7 മണ്ഡലങ്ങളിലും ഈ നവകേരള സദസ് ഹോസ്റ്റ് ചെയ്തത് ആ MLA-മാരായിരുന്നു. നവകേരള സദസ്സിനെതിരായ വികാരമാണ്. 83.4% പേർ എതിരാണ്. തിരുവനന്തപുരത്തിന് തുല്യമായ ഒരു പ്രതികരണം തൃശ്ശൂരും നടത്തുന്നു. ശക്തമായ ആന്റി ഗവൺമെന്റ് വികാരം തൃശ്ശൂരിലും നിലനിൽക്കുന്നു. ശക്തമായ ആന്റി ഇൻകംബൻസി ശക്തന്റെ നാട്ടിൽ. അതെ അല്ലേ? അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാശില്ലാത്തതിന്റെ കാരണം നവകേരള സദസ്സിൽ സർക്കാർ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചോ? തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ ഇല്ലയോ? ഓൺ സ്ക്രീൻ ആൻസർ. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആരാണ്? സംസ്ഥാന സർക്കാർ തന്നെയാണ്. 59.8%, 60% പേർ അഭിപ്രായപ്പെടുന്നു. 60% അഭിപ്രായപ്പെടുന്നു എന്ന് പറയുമ്പോൾ നോക്കൂ, നരേന്ദ്രമോദിയെ മികച്ച പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു, പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചത് എന്ന് പറയുന്നു. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് കേന്ദ്ര നയങ്ങളല്ല എന്ന് പറയുന്നവർ 60% ആന്റി ഗവൺമെന്റ് വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു. നാച്ചുറലി മത്സരം ഇപ്പോൾ നടക്കുന്നത് NDA-ക്കും UDF-നും ഇടയിലായി. ഏകദേശം തിരുവനന്തപുരത്തിന്റെ സമാനമായ റെസ്പോൺസ് ആണ്. TN പ്രതാപൻ ഇത് ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു സൗണ്ട് ബൈറ്റ് ഓർമ്മയില്ലേ? മത്സരം കോൺഗ്രസും BJP-യും തമ്മിലാണ്. മത്സരം അതെ, പിന്നീട് അത് സതീശന് മാറ്റി പറയേണ്ടി വന്നു. ഇന്ത്യ മുന്നണി എന്ന സമ്മർദ്ദത്തെ തുടർന്ന്. പക്ഷേ ഉള്ള കാര്യം ആദ്യം തന്നെ TN പ്രതാപൻ പറഞ്ഞു. പക്ഷേ TN പ്രതാപൻ ആദ്യം പറഞ്ഞതിന്റെ മറ്റൊരു കണക്കൂട്ടലുള്ളൂ. VS സുനിൽകുമാർ വരാൻ പോകുന്നു എന്ന ഭയപ്പാടിലാണെന്ന മറുപക്ഷം ആഞ്ഞടിക്കുകയും. അതെ 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 അതെ. നമുക്ക് നോക്കാം, ആയുധമാക്കുന്നോ കേന്ദ്ര ഏജൻസികളെ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. തൃശ്ശൂർ കരുവന്നൂരിൽ ED ഇറങ്ങിയ കരുവന്നൂർ പറയുന്നു ഇല്ല. 54.2% പേരും ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നു. അതായത് ED-യെ രാഷ്ട്രീയായുധമാക്കുന്നു എന്ന് പറയുന്നത് കരുവന്നൂരുള്ള തൃശ്ശൂരിൽ 20% ആകുമ്പോൾ അതിന്റെ ഇരട്ടിയോളം ആളുകൾ തിരിച്ചു പറയുന്നു ആയുധമാക്കുന്നില്ല. സുരേഷ് ഗോപിക്ക് അഡ്വാൻറ്റേജ് ആണ്. അതെ അതെ, സുരേഷ് ഗോപിക്കാണ് ഇത് അഡ്വാൻറ്റേജ്. ഇത് ശരിക്കും പറഞ്ഞാൽ UDF-നല്ല, സുരേഷ് ഗോപിക്കാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. കരുവന്നൂരിൽ 18 കിലോമീറ്റർ പദയാത്ര നടത്തി പദം വന്നു എന്ന് സുരേഷ് ഗോപിയെ പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടിയായി ഉത്തരം വരികയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ എന്നതാണ് ചോദ്യം. വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നത് 8.4%. നമുക്ക് ആ ചോദ്യത്തിലേക്ക് എത്താം. ആ ചോദ്യത്തിലേക്ക് നമുക്ക് എത്തണം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ചോദ്യം തന്നെയാണ്. ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ എന്ന ചോദ്യമാണ്. വലിയ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞത് എത്ര ശതമാനം ആളുകളാണ്? വലിയ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞത് 8.4%. മെച്ചപ്പെട്ട പ്രകടനം 18.4. പക്ഷേ 57% ആളുകൾ മാറ്റമുണ്ടാക്കില്ല എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Again that advantage goes to സുരേഷ് ഗോപിയാണ്. ഇന്ത്യ മുന്നണി വലിയ ചലനം ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ തുടരുമെന്നും ആ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകുന്ന ഒരു MP-യെ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നും വേണമെങ്കിൽ വായിച്ചെടുക്കാം. നിശ്ചയമായും. കാരണം നരേന്ദ്രമോദിക്ക് 1ാം സ്ഥാനം നൽകുന്നു. കേന്ദ്ര സർക്കാർ വളരെ മികച്ച സർക്കാരാണെന്ന് പറയുന്നു. രാഷ്ട്രീയ പോക്കലല്ല, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണെന്ന് കരുതുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകുന്നു. പിണറായി സർക്കാരിനെതിരായിട്ടൊരു വികാരം ഉണ്ടാകുന്നു. നാച്ചുറലി ദ ഫൈറ്റ് ഈസ് ബിറ്റ്വീൻ കരുവന്നൂരിൽ ED ഫോക്കസ് ചെയ്തതും കരുവന്നൂരിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്രയടക്കമുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന വോട്ട് വിഷയമായി മാറാൻ പോവുകയാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ അതൊരു വലിയ വോട്ട് വിഷയമാണ്. കാരണം സഹകരണ സ്ഥാപനങ്ങൾ, സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. 6 ജീവനുകൾ പൊലിഞ്ഞ കരുവന്നൂർ. നോക്കൂ, ആദ്യം സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി മറ്റെങ്ങും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അമിത്ഷാ പ്രഖ്യാപിക്കുമ്പോൾ അതേ വേദിയിൽ പറഞ്ഞ കാര്യമാണ്. സഹകരണ സ്ഥാപനങ്ങളിലുള്ള അഴിമതി മുഴുവൻ ഞാൻ എടുത്ത് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. ഇതാ ഉത്തരം വരുന്നു. ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ആയുധമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യം. തൃശ്ശൂരിന്റെ മനസ്സിലാരാണ്? KK ശൈലജയുണ്ടോ, പിണറായി വിജയനാണോ, അതോ ശശി തരൂരാണോ, വ്യത്യസ്തമായ
അഭിപ്രായം പറയുന്നു തൃശൂർ. എന്താണ്? AK ശൈലജയ്ക്കാണ് മാർക്ക് 23.8. രണ്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി. രണ്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി. മൂന്നാം സ്ഥാനത്താണ് VD സതീശൻ. മൂന്നാം സ്ഥാനത്ത് VD സതീശനാകുമ്പോൾ നാലാം നാലാം സ്ഥാനത്താണ് നോക്കൂ രമേശ് ചെന്നിത്തലയാണ്. 22.5% സുരേഷ് ഗോപി. ക്ഷമിക്കണം. KK ശൈലജ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്തുണ സുരേഷ് ഗോപിക്കാണ്. ഇതാദ്യമായി പിണറായി വിജയൻ 6ാം സ്ഥാനത്ത്. അതായത് സുരേഷ് ഗോപിക്ക് 22.5% കിട്ടുമ്പോൾ സുരേഷ് ഗോപി നേരിടുന്ന പിണറായി വിജയൻ നിൽക്കുന്നത് 6ാം സ്ഥാനത്ത്. വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ്. അപ്പൊ സുരേഷ് ഗോപി 5ാം സ്ഥാനത്തായിരുന്നു. അല്ല, 10% താഴിലേക്ക് പിണറായി വിജയൻ താഴുന്നത് ഇതാദ്യമായി. 19 കോൺസ്റ്റിറ്റ്യുവൻസിയിലും 20 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു ഉത്തരം വളരെ ക്ലിയർ ആണ്. സുരേഷ് ഗോപിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു. സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ BJPയെ വിന്നിംഗ് പൊസിഷനിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ മണ്ണിളക്കി മറിച്ചിട്ടുണ്ട്. വോട്ട് ഉയർത്തും അത്. അതെ, ആ രീതിയിലുള്ള ഒരു ഉത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പൊളിറ്റിക്കൽ സസ്പെൻസ് നിറഞ്ഞ ചോദ്യം, ആ ചോദ്യം ക്ലൈമാക്സിലേക്കുള്ള ചോദ്യമാണ്. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയുടെ ഈ ആദ്യ എഡിഷനിലെ അവസാന ചോദ്യമാണിത്. തൃശൂർ ആര് ഭരിക്കണം എന്നാണ്. തൃശൂർ ആര് ജയിക്കണം? തൃശൂർ ആരെടുക്കണം? UDF 34.6%, LDF 31.9%, BJP 33.5%. ശക്തമായ ത്രികോണ മത്സരം, ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത് UDF-ഉം NDA-യും തമ്മിലാണ്. കേവലം 1.1%. അതായത് 95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2019 ജയിച്ച TN പ്രതാപൻ ഇക്കുറി ജയിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം എത്രയായിരിക്കും അറിയാവോ? 10,000 ആയിരിക്കും. ഇനി മറിച്ചാണെങ്കിലും 10,000 ആയിരിക്കും. അതായത് VS സുനിൽകുമാർ വരുന്നതിന് മുൻപ് കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സർവേ ഫലമാണ്. VS സുനിൽകുമാറും ഒട്ടും മോശമല്ല, ഒരുപക്ഷെ CP ഒട്ടും മോശമല്ല, പിന്നിൽ തന്നെയുണ്ട് 31.9%. അതായത് ദിവസങ്ങളിലെ പോകുന്ന നീക്കങ്ങൾ നിർണായകമാണ്. സുനിൽകുമാർ വരുന്നത് വഴി 1% വർധനയാണ് അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 30.9, 31 എടുക്കാം. ഈ പ്രാവശ്യം നമ്മളുടെ സർവേ അനുസരിച്ച് 31.9%. അതായത് 1% വർധനയാണ് ലെഫ്റ്റിന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം UDF-നാണ് കേട്ടോ വലിയ നഷ്ടം. UDF-ന് 5% വോട്ടാണ് കുറയുന്നത്. 5% വോട്ട് കുറയുമ്പോൾ BJP-യുടെ വോട്ട് 5.3% വർദ്ധിക്കും. പക്ഷേ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 27% സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് തൃശൂർ മണ്ഡലം കൊടുക്കുന്ന മൂല്യം. എന്ന് പറഞ്ഞാൽ തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച LDF സ്ഥാനാർത്ഥി രാജാജി മാത്യുവും ഇത്തവണ മത്സരിക്കുന്ന VS സുനിൽകുമാറും തമ്മിലുള്ള വ്യത്യാസം കൂടി കാണണം. എന്ന് പറഞ്ഞാൽ ആ 27%-ലെ 3% അഡ്വാൻറ്റേജ് എങ്കിലും VS സുനിൽകുമാറിന് കിട്ടിയാൽ കളി മാറും. മൂന്ന് പേരും കരുത്തരാണ്. സുരേഷ് ഗോപിയിൽ നിന്നായിരിക്കില്ല. 3 പേരും കരുത്തരാണ്. പിന്നെ TN പ്രതാപന് 2019 ശബരിമല ഒട്ടും വോട്ടായി മാറിയില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെയും ആ ഒരു വോട്ട് സമുദായ സമവാക്യങ്ങൾ ഇക്കുറി വിധി നിർണ്ണയിക്കും. മാർ റാഫേൽ തട്ടിൽ വെറുതെ പോയതല്ല. പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടാണ് സീറോ മലബാർ സഭ. മാർ റാഫേൽ തട്ടിൽ ഇത്തവണ ഡിസിസീവ് ഫാക്ടർ ആകും തൃശ്ശൂരിൽ. വളരെ പ്രധാനപ്പെട്ടതാണ്. ജെയ്സൺ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ജെയ്സൺ ചമവളപ്പിൽ തത്സമയം ചേരുന്നുണ്ട്. ജെയ്സൺ, തൃശൂർ ആരെടുക്കുമെന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി എടുക്കുമെന്നോ VS സുനിൽകുമാർ എടുക്കുമെന്നോ TN പ്രതാപൻ എടുക്കുമെന്നോ നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പോഴും ഒരു നേരിയ മേൽക്കൈ UDF-നുണ്ട് തൃശൂർ മണ്ഡലത്തിൽ. തൊട്ടുപിന്നിലുണ്ട് സുരേഷ് ഗോപി. അരുൺകുമാർ, നമ്മുടെ ഈ സർവേക്ക് മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിച്ച ഒരാളാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. UDF-ഉം BJP-യും തമ്മിലാണ് നേർക്കുനേർ മത്സരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തവരിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് TN പ്രതാപൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ തന്നോടൊപ്പം നിലനിർത്തുക, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ തന്നോടൊപ്പം നിലനിർത്തുക എന്ന വലിയ രീതിയിലുള്ള ഒരു മുൻകാഴ്ചയോട് കൂടിയുള്ള ഒരു പ്രസ്താവനയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് സത്യത്തിൽ ഇപ്പോൾ നാം നടത്തിയ സർവേയിലൂടെ വളരെ വ്യക്തമാകുന്നത്. അതേസമയം ന്യൂനപക്ഷ വോട്ടുകളിൽ, ക്രിസ്ത്യൻ വോട്ടുകളിലുള്ള ഒരു ഷിഫ്റ്റ് നാം മറന്നുകൂടാ. കാരണം തൃശ്ശൂരിൽ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 മറുപടി എന്ന് പറയുന്നത് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കൂടി വോട്ട് ചെയ്തുകൂടാ എന്ന മറുപടി പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം നമ്മുടെ സർവേ വിലയിരുത്താൻ. അതേസമയം 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ
ഒരുപോലെ ശക്തരാണ്. രണ്ട് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും പരാജയം രുചിക്കാത്തവരാണ്. VS സുനിൽകുമാർ 3 തവണ MLA, അതിൽ 1 തവണ മന്ത്രി. TN പ്രതാപൻ 3 തവണ MLA, 1 തവണ MP. അതിൽ സുരേഷ് ഗോപിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും പിന്നീട് 5 വർഷവും തൃശൂർ മണ്ഡലം ഫോക്കസ് ചെയ്തുകൊണ്ട് വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് തൻ്റെ സാന്നിധ്യം നിരന്തരം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെക്കും. ഇതിനും അപ്പുറത്ത് BJPയുടെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചരണമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മണലൂർ മണ്ഡലത്തിലെ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മണലൂർ മണ്ഡലത്തിലെ ചുമരുകളിൽ ഏതാണ്ട് 50% ചുവരെഴുത്തുകൾ പൂർത്തിയായി കഴിഞ്ഞു. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി. ഇത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യാപകമായി ചുവരെഴുത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതിലൂടെ ആളുകളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ചെറിയ ചാഞ്ചാട്ടത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം സുരേഷ് ഗോപിക്കും മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സുനിൽകുമാർ അതിന്റെയൊക്കെ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ജെയ്സൺ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ആ ഒരു മാറ്റം എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും? സത്യത്തിൽ LDFന് VS സുനിൽകുമാറിനെ ഒഴിവാക്കിക്കൊണ്ടൊരു സ്ഥാനാർത്ഥി ഇത്തവണ തൃശ്ശൂരിലില്ല. VS സുനിൽകുമാർ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എത്തുമായിരുന്നു. അത്രയേറെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഓരോ മുക്കിലും മൂലയിലും സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. എല്ലാവരുമായും ഏറ്റവും അടുത്ത ബന്ധം, ഏറ്റവും സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ നേരിയ മാർജിനിൽ മാത്രം ഇതിൻ്റെ ഇപ്പം നമ്മുടെ സർവേ ഫലം തന്നെ വ്യക്തമാക്കുന്നത് VS സുനിൽകുമാർ അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ LDFന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. VS സുനിൽകുമാർ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സർവേ ഫലങ്ങളിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൂടായികയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 3 പേരും ഒരേപോലെ ബലാബലത്തിലുള്ളവരാണ്, പരാജയം പറയാത്ത ആളുകളാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിർണായകമാണ് സർവേ പ്രകാരം. 1 സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, 2 ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ, 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധത. ഈ 3 ഘടകങ്ങൾ എങ്ങോട്ടേക്കൊക്കെ ചലിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ കരുത്തന്മാരെ കടമുഴക്കിയ ചരിത്രമുണ്ട് തൃശ്ശൂരിന്. വി രാഘവൻ ആരെ തോൽപ്പിച്ചത്? ഇതിൽ നേരത്തെ നമ്മൾ VS സുനിൽകുമാർ ലോക്സഭയിലേക്ക് കന്യാംഗമാണ്, ആദ്യമായാണ് മത്സരിക്കുന്നത്. പക്ഷേ ചേർപ്പ്, കയ്പമംഗലം, തൃശ്ശൂർ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ജയിച്ചിട്ടുണ്ട്. 3 നിയമസഭാ മണ്ഡലങ്ങളിലും ജയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ തോൽവി അറിയാത്ത സ്ഥാനാർത്ഥിയാണ്. 3 തവണ, 3ാമത്തെ തവണ കൃഷിമന്ത്രിയുമായി. മാത്രമല്ല 2 ഇമേജാണ്. ഒന്ന് സുരേഷ് ഗോപിക്കുള്ളൊരു ഇമേജും VS സുനിൽകുമാറിനുള്ള ഇമേജും 2-2ആണ്. തോളിൽ കൈയിട്ട് നടക്കുന്ന VS സുനിൽകുമാറാണ്. മറ്റൊരു ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ തീപാറുന്ന പോരാട്ടം യഥാർത്ഥത്തിൽ നടക്കുന്നത് തൃശ്ശൂരാണ്. സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ 3 പേരും കരുത്തരാണ്. അതുകൊണ്ട് പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു മത്സരം നടക്കുന്ന ഏക മണ്ഡലം, ഓരോ വോട്ടും നിർണായകമാകുന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് തന്നെ നമ്മൾ പറയേണ്ടത്. എല്ലാ മണ്ഡലങ്ങളിലും ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് കാരണം രാഷ്ട്രീയത്തിന് അതീതമായ ചില ഘടകങ്ങളാണ്. സഹായിക്കുന്ന മനസ്സ്, അല്ലെ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് അപ്പോൾ സാമ്പത്തിക സഹായമായി എത്തുന്ന ഒരു നേതാവ് എന്നൊരു ഒരു പ്രതീതി അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ തോതിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്തു. ഒരു പൊളിറ്റിക്കൽ ഇമേജ് ആയിട്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. BJP ആ ഒരു സിംഗിൾ മാൻ ഫോക്കസ് പോയിന്റിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ശക്തൻ മാർക്കറ്റ് അടക്കം നവീകരിച്ചു, വർഷങ്ങളായി ഇങ്ങനെ കിടന്നിരുന്നതാണ്. അപ്പോൾ ഇടപെടൽ നടത്തിക്കൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങാൻ 2019 സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഫാക്ടർ അവിടെ വളരെ ശക്തമായി നിൽക്കും. പക്ഷേ VS സുനിൽകുമാർ നമുക്ക് എഴുതി തള്ളാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല എന്നതും ശ്രദ്ധേയമാണ്. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയിൽ 20 മണ്ഡലങ്ങളുടെയും യാത്ര നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ തെളിയുന്ന ചിത്രം ഇതാണ്. കൃത്യമായി പറഞ്ഞാൽ 20 മണ്ഡലങ്ങളിൽ 15 ഇടങ്ങളിൽ UDFന് മുൻതൂക്കം, 5 ഇടങ്ങളിൽ മാത്രം LDFന് മുൻതൂക്കം. ആ 5 ഇടങ്ങളിൽ 2 കനത്ത പോരാട്ടമാണ്. 3 ഇടങ്ങളിൽ LDFന് വലിയ സാധ്യത, 2 ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, 15 ഇടങ്ങളിലാണ് UDFന് പോരാട്ടം. അതായത് 15 മുതൽ 17 സീറ്റുകൾ വരെ UDF നേടിയേക്കാം. 15 മുതൽ 17 സീറ്റുകൾ വരെ UDF നേടിയേക്കാം. 3 മുതൽ 5 സീറ്റുകൾ വരെ LDFും നേടിയേക്കാം. ഇതാണ് നമ്മുടെ സർവേയുടെ ഏറ്റവും ഒടുവിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപിലുള്ള നമ്മളുടെ ടേക്ക്. 15 മുതൽ 17 വരെ സീറ്റുകൾ UDF നേടിയേക്കാം. 15 മുതൽ 17 വരെ സീറ്റുകൾ UDF നേടിയേക്കാം. 3 മുതൽ 5 വരെ സീറ്റുകൾ LDFും നേടിയേക്കാം. ഇക്കുറിയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല NDAക്ക് എന്ന് കണക്കുകൾ പറയുന്നു. പക്ഷേ ഇഞ്ചോടിഞ്ചാണ്. 2ാം സ്ഥാനത്തെത്തും NDA തൃശ്ശൂർ.
നമ്മൾ ഈ റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയുടെ കൂടുതൽ വിശകലനങ്ങളുമായി നാളെ വൈകുന്നേരം 6:30 പ്രേക്ഷകർക്കൊപ്പം എത്തും. ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ.